ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. ഈ ഒരു ഡ്രാമയ്ക്ക് നല്ല രീതിയിൽ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് എനിക്ക് കിട്ടാനും നല്ല വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത്. അധികം സംസാരിച്ച് താമസിപ്പിക്കാതെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മുടെ ജൂണും സൻഹയും എണീറ്റ് നിന്ന് ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് നമ്മുടെ സൻഹയുടെ അച്ഛൻ വളരെ എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ ഈ എക്സൈറ്റ്മെന്റ് നമ്മുടെ ജൂണിന്റെ അച്ഛന്റെ ഫേസിൽ കാണുന്നതേ ഇല്ല. ഇവരുടെ ഈ ഒരു ബന്ധത്തിനെ എതിർത്തുകൊണ്ട് അവിടുന്ന് അച്ഛനും പോവുകയാണ്. ഇപ്പൊ മൂവർ സംഘവും തിരിച്ചു പോകുന്ന വഴിക്ക് സംസാരിക്കുകയാണ്. ഹേജൻ പറയുന്നുണ്ട്, എന്നെ പോലെ തന്നെ അച്ഛനും ഇപ്പൊ പെരുമാറുന്നത്. തുടക്കത്തില് ഞാൻ നിങ്ങളെ എതിർത്തല്ലേ, കുറച്ച് സമയം അച്ഛന് കൊടുക്കാനായിട്ട് പറയാണ്. ഇപ്പൊ രാത്രിയില് രണ്ട് അച്ഛന്മാരും ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ജോണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇവരുടെ ഈ ഒരു ബന്ധത്തിന് എതിരാണ് നിൽക്കുന്നത്. കാരണം അവർ രണ്ടൊരു ഫ്യൂച്ചറിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും? ഇതൊക്കെ നിന്റെ ആവശ്യമില്ലാത്ത ചിന്തകളാണ്. ഒരു കപ്പിള് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ഫ്യൂച്ചർ കുളവായി പോകും എന്നല്ല. ഇത് കേട്ട നമ്മുടെ ജോണിന്റെ അച്ഛനും, എങ്കിൽ പിന്നെ നീ ഇത്രയും നാളായിട്ട് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കേട്ട സൻഹയുടെ അച്ഛനും, ഞങ്ങളുടെ കാര്യം വിട്, അതങ്ങനൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ കല്യാണം കഴിക്കാനുള്ള പെർമിഷൻ ഒന്നും അല്ലല്ലോ ഇപ്പൊ ചോദിച്ചത്. ഇത് കേട്ട നമ്മുടെ ജോണിന്റെ അച്ഛനും, അതാ ഇവിടുത്തെ പ്രശ്നം. അവർ ഈ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കാണാം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതുപോലെ ബ്രദറും സിസ്റ്ററും ആയിട്ട് ഇരിക്കാൻ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? ഇത് കേട്ടിട്ട് സൻഹയുടെ അച്ഛനും, അതൊക്കെ ശരിയാണ്, പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ടല്ലേ നമുക്ക് തോന്നിയത്. ഇത് കേട്ട് ജോണിന്റെ അച്ഛനും, കാരണം ഇത് രണ്ടുപേരുടെയും ഫസ്റ്റ് റിലേഷൻഷിപ്പാ, അതുകൊണ്ട് അവർ ഇത്ര സീരിയസ് ആയിട്ടൊക്കെ പറയുന്നത്. ഫ്യൂച്ചറിൽ ഒരിക്കലും വഴക്ക് നടക്കത്തില്ലെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ജുവോന്റെ അച്ഛനും അവിടുന്ന് മാറി ഒറ്റയ്ക്ക് പോയിരുന്ന് അവളുടെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിലത്തെ. അപ്പോഴാണ് അവളും പെട്ടെന്ന് കോൾ വിളിക്കുന്നത്. അച്ഛൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പില് എതിരാണോ എന്ന് ചോദിക്കുകയാണ് അവള്. അറ്റ്ലീസ്റ്റ് കാര്യം എന്തുകൊണ്ടാണെന്നെങ്കിലും പറയാമോ? ഞങ്ങൾക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമോ എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ അച്ഛനും ഒന്നും മിണ്ടത്തില്ല. അപ്പോഴാണ് അവളും പറയുന്നത്, അച്ഛൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മമാരുള്ള എല്ലാ പെൺമക്കളും അവരുടെ മുടി ഭയങ്കര അലങ്കോലമായിട്ടായിരുന്നു വന്നിരുന്നത് ക്ലാസ്സിൽ. പക്ഷെ അമ്മയില്ലാത്ത എന്റെ മുടി നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നു. എന്റെ ഡ്രസ്സും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര ഷോക്കിലായിരുന്നു. ഒരു സിംഗിൾ ഡാഡിനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ആലോചിച്ച്. ഒരു അമ്മയില്ലാത്ത എന്റെ കുറവ് എന്നെ അറിയിക്കാതെ ഒത്തിരി സ്നേഹം തന്ന് ഒരു നല്ല വ്യക്തിയായിട്ട് എന്നെ വളർത്തിയെടുത്തു. അതുകൊണ്ട് അച്ഛൻ എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഒരു സോറി ചോദിക്കാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെന്ന്. അങ്ങനെ അച്ഛനും തിരിച്ച് വീടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴാണ്, എനിക്ക് വിശക്കുന്നു, കുറച്ച് ഫുഡ് ഇതാ എന്ന് ചോദിച്ച് സൻഹ അവിടെ നിൽക്കുന്നതും. അവിടെ വെച്ച് സൻഹ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റത്തില്ല എന്നൊരു ഒറ്റ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് അച്ഛൻ. ഇപ്പൊ നമ്മുടെ ഹേജനെയും അമ്മയും കാണിക്കാണ്. ഇവർ രണ്ടൊരു സന്തോഷത്തില് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ അയച്ചു കൊടുത്ത ഹേജൻ എന്നുള്ള അടിപൊളി ഫോട്ടോസ് എല്ലാം അമ്മയുടെ വാൾപേപ്പർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവനും അങ്ങ് നാണം കെടും. അങ്ങനെ ഓരോ ഫോട്ടോസും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹേജന്റെ പണ്ടത്തെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ ഫോട്ടോ കാണുന്നത്. നീ ഇപ്പോ ബാസ്കറ്റ് ബോൾ കളിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ അമ്മയുടെ അവൻ പറയുന്നത് സങ്കടത്തില്, ഇല്ല, അത് പ്രൊഫഷണലി ഞാൻ കളിക്കുന്നില്ല, പിന്നെ കളിച്ചിട്ട് എന്ത് കാര്യമെന്നും. ഇപ്പൊ ബേക്കറിയിൽ നമ്മുടെ ജുവോണ് സൻഹയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടുത്തെ ലൈറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സൻഹയോട് പറയുന്നുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ സൻഹയും ഓൾറെഡി അവളുടെ ബാക്കിൽ വന്നു വിളിക്കുന്നതും. ഇവളങ്ങോട്ട് തിരിയുമ്പോഴേ അവളുടെ കയ്യിൽ നിന്ന് ഒരു അടിയും വാങ്ങി അവൻ താഴെ വീണ് അവന് പരിക്ക് പറ്റുന്നു. അങ്ങനെ ഈ വിവരം നമ്മുടെ സൻഹയുടെ അച്ഛനും അറിയും. ഹീജു ആണെങ്കിൽ അവനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മരുന്നും വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജുൻഹയും പറയുന്നത്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൻഹയ്ക്ക് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല, ഞാനിവിടെ നിനക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അവളെ കൈ പിടിക്കും. അപ്പോഴാണ് നമ്മുടെ സൻഹയും അവളെ പിടിച്ചു മാറ്റിയിട്ട്, ഞാൻ പറഞ്ഞ എനിക്ക് ഹോസ്പിറ്റലിലോട്ടൊന്നും വരണ്ടാന്ന്, നീ നിന്റെ ബോയ് ഫ്രണ്ട് പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കുവോ ഇനി എന്ന് പറഞ്ഞാൽ അവളുടെ കൈ പിടിച്ചോണ്ടിരിക്കും. ഇതും കേട്ട് നമ്മുടെ ജുൻഹോയും അങ്ങ് ഷോക്കാവും. പക്ഷേ നമ്മുടെ ഹീജുവും വലിയ ഷോക്കിലൊന്നുമല്ല. ഇതും കേട്ട് വിശ്വസിക്കാൻ നിൽക്കുന്ന ജുൻഹോയും വിളിച്ചോണ്ട് അവളങ്ങ് പോന്ന്. അങ്ങനെ ഇരിക്കും നമ്മുടെ ജോണിന്റെ അച്ഛനും ഈ വിവരം പറഞ്ഞ് ഓടിയെത്തുകയാണ്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജുവോണ്ടെന്ന ഒരു ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനും. സൻഹയും ജുവോൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ മിസ്റ്റേക്ക് ആണെന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ അച്ഛനും അവനെ വഴക്ക് പറയുന്നത്. അവൾ എന്ത് ചെയ്താലും നീ ഇല്ല ഇല്ല എന്ന് പറയത്തോളം എനിക്ക് നന്നായിട്ട് അറിയാമെന്നും. എന്നിട്ട് അച്ഛനും ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ്, ഇത്രമാത്രം അവൾക്ക് വേണ്ടി കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് അവിടുന്ന് അച്ഛനും പോയി കഴിയുമ്പോൾ പിന്നീട് സൻഹയുടെ അച്ഛൻ വരുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ദാലിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് ഹേജിനും ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പോഴാണ് ദാല് ഇറങ്ങി വരുന്നത്. നിന്റെ കാലിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് അവള് പറയാണ്. നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് ഹേജിന് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും ഇവനൊന്ന് ഒഴിവാക്കാനും വേണ്ടിയിട്ട് അവൾ പെട്ടെന്ന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ടാക്സിയിൽ കയറാണ്. ഇതേ ടാക്സി തന്നെ നമ്മുടെ ഹേജിനും കയറുന്നുണ്ട്. ഇപ്പൊ ഹേജിന് അവളെടുത്ത്, നിനക്കപ്പോ എന്നെ ഇഷ്ടമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ എന്നും, സൻഹയോട് നിനക്ക് ഇഷ്ടമില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല
ഇഷ്ടമില്ല എന്നും പറയാണ് അവള്. പിന്നെ എന്തുകൊണ്ടാ ഇത്രയും കാലവും എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്? കാരണം നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണെന്നും നമ്മുടെ ദാല് പറയാണ്. ഈ 10 വർഷവും അപ്പൊ പറയാത്ത കാര്യം ഇന്നലെ എന്തിനാ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അതെനിക്ക് അറിയത്തില്ല, അറിയാതെ എന്റെ വായിൽ നിന്ന് അങ്ങ് വന്നു പോയതാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു റിഗ്രറ്റ് തോന്നിയെന്നും നമ്മുടെ ദാല് പറയുമ്പോ ഇത് കേട്ട് ഹേജനും പറയാണ്, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ നീ ഇത് പറഞ്ഞിട്ടില്ലാത്ത പോലെ തന്നെ ഇരിക്കാം. നീ എപ്പോഴും എന്നെ ജുവോന്റെ ചേട്ടനായിട്ട് തന്നെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ആ കാറ് നിർത്തി അവിടെ നിന്ന് ഇറങ്ങാണ്. പോകുന്നതിന് മുന്നേ അവളടുത്ത് പറയുന്നുണ്ട്, ജുവോണിന് ശേഷം എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള അനിയത്തി നീയാണെന്നും അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. 10 വർഷമായിട്ട് അവള് കൊണ്ടു നടന്ന ആ ഇഷ്ടം അറിയാതെ അവളുടെ വായിന്ന് പുറത്തു വന്നു പോയി. ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ വായിന്ന് തന്നെ ഇങ്ങനെ ചേട്ടനായിട്ട് കാണണം എന്നൊക്കെ പറയുന്ന കേട്ടാ അവക്ക് പിന്നെ വിഷമം വരാതിരിക്കാൻ ഒരു ചാൻസും ഇല്ലല്ലോ. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹേജിന്റെ അമ്മയാണെങ്കിൽ അച്ഛന്റെ റെസ്റ്റോറന്റിലോട്ട് വരും. അങ്ങനെ അകത്തേക്ക് കയറാൻ പോകുമ്പോഴാണ് അച്ഛനും പുറത്തേക്ക് വന്ന് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത്. ഇതും കണ്ടോടാണ് നമ്മുടെ സൻഹയുടെ അച്ഛനും അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അച്ഛനും അമ്മ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അയൽപ്പക്കം ടീം സൈഡിൽ ഇരുന്ന് കണ്ടോണ്ടിരുന്ന് നിങ്ങൾ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്യുവാണോ? ഇതും കേട്ട് നമ്മുടെ അച്ഛനും അങ്ങ് നാണം വരും. ഇവരും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അച്ഛനും പയ്യെ അവരെ പറഞ്ഞ വീട്ടിലോട്ട് വരുന്നത്. ഹോസ്പിറ്റലിൽ ഹീജുവും സൻഹയുടെ പുറകെ വന്നിട്ട്, എടാ അതാല് നമ്മുടെ ഹേജന്റെ അടുത്ത് അവളുടെ ലവ് ഒക്കെ കൺഫസ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞല്ലേ, അവൻ റിപ്ലൈ എന്തോ കൊടുത്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോ ഇതെന്താ നിനക്ക് ഡയറക്റ്റ് പോയി ഹേജന്റെ അടുത്ത് അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പിടിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കാതെ അവന്റെ അടുത്ത് നേരിട്ട് പോയി പറഞ്ഞ് ഒന്നും കൂടെ റിജക്ഷൻ അങ്ങ് മേടിച്ചൂടെ? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവളെ ആക്കി അങ്ങ് വിടുന്നത്. ഇപ്പൊ നമ്മുടെ ഹേജനും സോക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാണ്. സോക്കിനോട് അവൻ പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും ബാസ്കറ്റ് ബോൾ കളിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഇത് കേട്ട് അവന് ഒത്തിരി സന്തോഷത്തിൽ ചോദിക്കാണ്, എന്ത് പറ്റി പെട്ടെന്നൊരു മനമാറ്റം? ദാലിനെ കാരണമാണോ? ഇതും കേട്ട് ഹേജനും എന്തോടെ ദാലിനെ എന്തിനാ വെറുതെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത്? അപ്പോഴാണ് സോക്കും പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പൊ ദാലിന് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം, നിങ്ങളെന്തോ ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത്, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വന്നത്, അത് മാത്രല്ല എനിക്ക് വേണ്ടിട്ട് കൂടി. പിന്നെ നീ പറഞ്ഞ സത്യമാണോ? ഇവിടെയുള്ള എല്ലാവർക്കും അവക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാമോ? ഇതും കേട്ട് അവനും ചോദിക്കുന്നത്, എന്തോ അപ്പൊ നീ അവളെ റിജക്ട് ചെയ്തോ? അപ്പോഴാണ് ഹേജനും അങ്ങനൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. എടാ മണ്ട, നീ അവളെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, അതിന്റെ അർത്ഥം നീ അവളെ റിജക്ട് ചെയ്തെന്നാ. ഇതും കേട്ട് ഹേജനും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കും അവളെ പറ്റിയിട്ട് തന്നെയാണ് ഇവൻ ചിന്തിക്കുന്നത്. പെട്ടെന്ന് അവനും ആലോചിച്ച്, ഞാൻ എന്തിനാ വീണ്ടും ഇവളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. ഇതേ സമയം ദാലാണെങ്കിൽ അവളുടെ അമ്മയുമായിട്ട് വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ അമ്മ അറേഞ്ച് ചെയ്ത ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടില്ല. നീ ഏത് ചെറുക്കന്റെ പിന്നാലെ നടക്കുന്നെങ്കിലും ആ ചെറുക്കൻ നിന്നെ നോക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്ന് അമ്മയും പറയുമ്പോ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവള് പറയുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുന്നില്ല, അയാൾ എന്നെ റിജക്ട് ചെയ്തു, ഞാനാണ് കേപ്പബിൾ അല്ലാത്തതെന്ന് പറഞ്ഞ് അവള് സങ്കടത്തി അവിടെ നിന്ന് പോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജുവോണിനെ കാണാനായിട്ട് സൻഹയുടെ അമ്മ എത്തുകയും നീ സൻഹയും ഡേറ്റ് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ്. അതേത് ജുവോണും പറയുമ്പോ, പക്ഷെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നും അമ്മ പറയുന്നത്. സ്വാഭാവികമായിട്ടും സൻഹയായിട്ട് ബ്രേക്കപ്പ് ആവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പിന്നെ കുറച്ചു നേരത്തേക്ക് സൻഹ അവളെ വിളിക്കുമ്പോ അവള് കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അവളെ തിരക്കി വീട്ടിലേക്ക് പോകുമ്പോ ദാല് പറയാണ് അവള് ബേക്കറിയിലുണ്ടെന്ന്. അങ്ങനെ അവളെ കാണാനായിട്ട് അവൻ ബേക്കറിയിലേക്ക് എത്തുകയാണ്. സാധാരണ എപ്പോഴും നല്ല ചില്ലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും അവന് മനസ്സിലാകുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഒരു കുഴപ്പമില്ല എന്നാണ് അവള് പറയുന്നത്. സ്റ്റഡി ആയിട്ട് നിന്ന അവള് പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ പോകുമ്പോ അവൻ കയറി പിടിക്കുകയാണ്. അവള് രാത്രിയിൽ ഒരു പൊടി ഉറങ്ങിയിട്ടില്ലെന്നും മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൻഹയും അവളും കെയർ ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൾ ഒരു കാര്യം ചിന്തിക്കുന്നത്, ഇവന്റെ അമ്മ പറഞ്ഞത്, ഞാൻ നിന്നെ ഒരിക്കലും സൻഹയുടെ വൈഫായിട്ട് അപ്രൂവ് ചെയ്യത്തില്ല, സൻഹയുടെ കഴിഞ്ഞ കാലം അറിയാത്ത ഏതൊരു പെങ്കച്ചായിരുന്നെങ്കിലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തേനെ, നിങ്ങൾ തമ്മിലുള്ളത് പ്രണയമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണെന്നും പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ജുവോണ് വയ്യത്തോണ്ട് തന്നെ ഹേജനാണ് കടയിൽ നിൽക്കുന്നത്. നമ്മുടെ ജുവോൺ ആവശ്യപ്പെട്ട പ്രകാരം ഒരു സാധനം എടുക്കാനായിട്ട് ദാലിനെ അവിടെ പറഞ്ഞു വിടും. ഞാൻ ജുവോണിന് വേണ്ടിയിട്ട് ഒരു കാര്യം എടുക്കാൻ വന്നതെന്ന് പറഞ്ഞ് അവളും ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ പോകും. പക്ഷേ ഹേജനെ കൂടുതലൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അവള് പറയുകയാണ്, എന്നെ ഒരു അനിയത്തിയെ പോലെ കണ്ട, എനിക്കൊരു ചേട്ടന്റെ ആവശ്യവുമില്ല, എന്നെ അധികം സങ്കടപ്പെടുത്താതെ എന്നെ റിജക്ട് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട് എന്ത് പറയണം, താൻ ചെയ്ത് തെറ്റായി പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഹേജനെയും കാണിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സൻഹയും അവന്റെ അമ്മയെ കണ്ട് സംസാരിക്കാനും വേണ്ടിട്ട് എത്തുന്ന. എന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മേ എനിക്കിന്ന് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം. നിങ്ങളോട് എനിക്ക് ഒട്ടും ദേഷ്യമില്ല, പക്ഷേ എന്നെ കാരണം നിങ്ങളെ സങ്കടപ്പെടുന്നതാണ് എനിക്കും സങ്കടം.
നമ്മളെ ഇപ്പൊ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സോഹിയുടെ കൈ തട്ടി നല്ല ചൂട് കഞ്ഞി നമ്മുടെ സൻഹയുടെ തോളിലേക്ക് വീഴുകയാണ്. സോഹിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തുന്ന അമ്മയും അവളെ കെയർ ചെയ്തോണ്ടിരിക്കും. നമ്മുടെ അമ്മയും സൻഹയെ വഴക്ക് പറഞ്ഞ് ഐസ് എടുത്തോണ്ട് വാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ടെൻഷൻ അടിച്ച്. അതേസമയം നമ്മുടെ സൻഹ ആണെങ്കിൽ അവന്റെ തോളും പൊള്ളിയത് ആരടുത്തും പറയാതെ അങ്ങ് നടക്കും. അന്നുണ്ടായ ആ സ്കാറ് അമ്മയെ കാണിക്കുകയാണ് അവൻ. ഇപ്പൊ എന്തിനാ ഇതെന്റെ അടുത്ത് പറയുന്നത് എന്ന് ചോദിച്ച് അമ്മയും റൂമിലേക്ക് കയറി പോകും. സൻഹയും റൂമിന് പുറത്തു വന്നിരുന്ന് അമ്മയോട് ഒരു സോറി ചോദിക്കുകയാണ്. ഞാൻ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രിറ്റൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു വലിയ വ്യക്തിയെ പോലെ ഞാൻ അഭിനയിക്കാനും പാടില്ലായിരുന്നു. ഞാനും ഒത്തിരി സങ്കടത്തിലും പെയിനിലും ആയിരുന്നു എന്ന് ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടിയിരുന്നതാണ് എന്നും പറയുകയാണ്. എനിക്ക് അമ്മയെ ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ അനിയത്തിയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അമ്മയോട് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് സൻഹയും അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അമ്മയും അതേപോലെ അവന്റെ കൂടെ ഇരുന്ന് കരയുന്നത്. ഇപ്പൊ നമ്മുടെ ജുവോന്റെ അച്ഛനും കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്ന കണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും എനിക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അച്ഛ എന്ന് അവള് പറയുകയും പിന്നീട് പ്രണയത്തെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഞാൻ അച്ഛനെ സ്വന്തം മോള്, പക്ഷെ ഹേജനും സൻഹയും അച്ഛന് സ്വന്തമല്ല. പക്ഷെ അച്ഛൻ അവരെ സ്നേഹിക്കുന്നത് സ്വന്തം പോലെ തന്നെയാ. അതെങ്ങനെ സാധിക്കുന്നു? അപ്പോഴാണ് അച്ഛനും പറയുന്നത് കാരണം ഞാനാണ് അവരെ വളർത്തി വലുതാക്കിയത്, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത്. ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ രക്തബന്ധം വേണമെന്നൊന്നും ഇല്ല എന്ന് അച്ഛൻ പറയുമ്പോ അമ്മയും നിങ്ങൾ അങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അച്ഛനും അതെ അവളിന്റെ എല്ലാമായ ലോകമായിരുന്നു. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയാത്ത പോലെ തോന്നി. ഇതും കേട്ട് ജുവോണ്ണും സന്തോഷവും സമാധാനമാവുകയാണ്. കാരണം അവളുടെ അടുത്ത് സൻഹയുടെ അമ്മ പറഞ്ഞിരുന്നു നീ ഇപ്പൊ വിചാരിക്കുന്നത് പ്രണയമല്ല മറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് അവള് സൻഹയെ പറ്റി പറയുന്നത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും സൻഹ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത പോലെ തോന്നുകയാണ്. എല്ലാ പ്രണയത്തിലുള്ളവരും ഇങ്ങനെ തന്നെയാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾക്ക് സമാധാനം വരുന്നത്. അവളും ഇതാലോചിച്ച് സമാധാനപ്പെട്ട് അച്ഛനോട് താങ്ക്സ് പറഞ്ഞ് ഹഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ നിനക്ക് ഇതുവരെയും പെർമിഷൻ തന്നിട്ടില്ല എന്ന് പറയുമ്പോ അതെനിക്ക് അറിയാമെന്നും അവള് പറയാണ്. മനസ്സിൽ അച്ഛനും ചിന്തിക്കുന്നത് എന്റെ മോള് എപ്പോഴാണ് ഇത്രയും വലുതായത് എന്നിങ്ങനെ. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ സൻഹയെ കണ്ട് അവൾ ഓടി അവന്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കി. എനിക്ക് ഈ സൻഹയെ ഒത്തിരി അധികം ഇഷ്ടമാണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയുകയാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്നിങ്ങനെ അവളും ചോദിക്കുമ്പോഴാണ് അവനും ചിരിച്ചുകൊണ്ട് തല കുലുക്കുന്നത്. അത്രേ ഉള്ളോന്ന് അവള് ചോദിക്കുമ്പോ അവനും അവളെ കിസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു അടിപൊളി രംഗം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നത്. ഇനി ഒരു എപ്പിസോഡ് കൂടി മാത്രമേ ഉള്ളൂ ഈ അടിപൊളി ഡ്രാമ അവസാനിക്കാനായിട്ട്. അത് താമസിക്കത്തില്ല, അടുത്ത ദിവസം തന്നെ വരും. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ, താങ്ക് യു.